ഹായ് ഓൾ സ്കോക്ക് ഗെയിം ചേഞ്ചർ. സാക്ഷാൽ ശങ്കർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇന്ത്യൻ ടു കണ്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ അധപ്പതനം ഏകദേശം മനസ്സിലായതാണ്. ഇതുകൂടെ കണ്ടതോടുകൂടി ഒന്നേ പറയാനുള്ളൂ, ഇനി രാജമൗലിയുമായിട്ട് ഉറക്കിൽ പോലും ആരെങ്കിലും ശങ്കറിനെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പത്തല് വെട്ടിയടിക്കും കട്ടായം. കാരണം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ലെജൻഡിൻ്റെ സമ്പൂർണ്ണ അധപ്പതനം. പക്ഷേ സാധനം മലങ്കൾട്ട്, നല്ല എ ക്ലാസ് മലങ്കൾട്ടിൻ്റെ ഏറും കളിയാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഈ സിനിമ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അറിയാലോ, മലങ്കൾട്ടാണെന്ന് ആദ്യത്തെ സീൻ കഴിഞ്ഞ് രണ്ടാമത്തെ RCയുടെ രാംചരൻ്റെ ഇൻട്രോയോട് കൂടി തന്നെ എനിക്ക് കൺഫേം ആയി. ഇത് ശങ്കർ പണിയ പണ്ണലല്ല, ഇത് സാക്ഷാൽ സിംഗം ഹരി പണിയിട്ടുള്ള പണ്ണലാണെന്ന് മനസ്സിലായി. അതോടുകൂടി ഈ സിനിമ മലങ്കൾട്ടായിട്ട് നല്ല വൃത്തിക്ക് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ട് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്കൾട്ട് ആയിട്ട് ആസ്വദിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അസാധ്യമായിരിക്കും. കാരണം അതുപോലത്തെ കാട്ടാക്കൂസ് അപരാധ കളികളുടെ ഘോഷയാത്രയാണ് ഈ സിനിമ ഉടനീളം. ടെക്നീഷ്യൻസ് തിരു ആണ് ക്യാമറ. പക്ഷേ വിശ്വസിക്കാൻ നല്ല പ്രയാസമുണ്ട്. എസ്പെഷ്യലി ചില സോങ് സീൻസിലൊക്കെ വളരെ ഫ്ലാറ്റ് ബ്ലീച്ചായി കിടക്കുകയാണ്. തിരുവിൻ്റെയൊക്കെ റേഞ്ച് അറിയുന്നല്ലേ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ശങ്കറിൻ്റെ നിലവാരം ഇതാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പണിയും അങ്ങനെ ആവാനേ തരമുള്ളൂ. പിന്നെ AR റഹ്മാനിൽ തുടങ്ങി ആരിഫ് ജയരാജിൽ വന്ന് അനിരുദ്ധിൽ വന്ന് ഇപ്പോൾ തമലിൽ എത്തി നിൽക്കുന്നു ശങ്കറിൻ്റെ അവസ്ഥ. DBക്ക് ഒരു കുറവുമില്ല. DSPനെ വെല്ലുന്ന DBയാണ് ഇതിൽ അടിച്ച് കയറ്റിയിരിക്കുന്നത്. പ്ലീസ് റീപ്ലേ മീ ബ്രോ, വെർ ഇസ് മൈ DBക്ക് ഒരു കുറവുമില്ല. കച്ചറ തിയേറ്റർ ആണെങ്കിൽ ചെവിയിൽ പഞ്ഞി വെച്ച് പോകുന്നതായിരിക്കും അഭികാമ്യം. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ENDനെ കാണിക്കേണ്ടി വരുന്ന ഷോറാണ്. ഷമീർ മുഹമ്മദും ആൻ്റണി റൂബനാണ് എഡിറ്റിംഗ്. കമ്പയർ ടു അതർ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എഡിറ്റിംഗ് ബെറ്റർ എന്ന് പറയാം. കാരണം ഈ സിനിമ ഫാസ്റ്റായിട്ട് പടയെന്ന് പറഞ്ഞിട്ട് ഇത്രയും ചവറ് സാധനങ്ങൾ എടുത്ത് വെട്ടി തറച്ച് ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല പണി രണ്ടാളും എടുത്തിട്ടുണ്ട്. അൻപറിവ് ആക്ഷൻ കൊറിയോഗ്രാഫി വെറും കൂതറ ആക്ഷൻസാണ്. അതുപോലെ തന്നെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന പ്രഭുദേവ, വേറെ ആളുകൂടെ ഉണ്ട്. പ്രഭുദേവയുടെ സ്ഥിരം സാധനം, അതായത് കാലിൻ്റെ മുട്ടിങ്ങനെ ഒടിച്ച് തൂക്കിയിട്ട് നിരത്തിട്ട് ഇങ്ങനെ ആട്ടി ഉരയ്ക്കുകയും ചെയ്യില്ലേ, ഇത് തന്നെ പരിപാടി. രാംചരൺ ഗംഭീര ഡാൻസറാണ്. പക്ഷേ പ്രഭുദേവൻ്റെ കയ്യിൽ കിട്ടിയിട്ടും കാര്യമില്ല. കാരണം പടം ഇതായിപ്പോയി, ഇങ്ങനെ ആട്ടുക. രാജമൗലിയുടെ ഒരു രാശിയെക്കുറിച്ച് പറഞ്ഞിട്ട് പടത്തിലേക്ക് കടക്കാം. ബാഹുബലി 1, 2 ശേഷം പ്രഭാസ്, RRRന് ശേഷം ജൂനിയർ NTR, ആദ്യം ദേവര, ഇപ്പോഴത്തെ ഗ്ലോബൽ സ്റ്റാർ എന്നൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി RRR കഴിഞ്ഞതിന് ശേഷം ജൂനിയർ NTRും രാംചരണും അത്രയ്ക്കും അളവുക്ക് ഗ്ലോബൽ ലെവലിൽ ഒരു ഐക്കോണിക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് അടുത്ത പടം. ഇനി അടുത്തത് തറവാത്ത നീ ആര്, മഹേഷ് ബാബു. സിനിമയുടെ തുടക്കം തന്നെ ഒരു പാലം തകരുകയാണ്. പാലത്തിന് മുകളിൽ മുതലമിച്ചറൊക്കെ ഉണ്ട്. മുതലമിച്ചർ ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ പാലം തകരുന്നു. താഴെ കുറേ കാറുകൾ ചൈനയിലൊക്കെ ഉള്ള പോലെ. എന്നിട്ട് ഈ കാറുകളൊക്കെ തകർക്കുക. അതായത് ശങ്കറിൻ്റെ പരിപാടി തുടങ്ങി, പണം പൊടിക്കൽ തുടങ്ങി. പണ്ടൊക്കെ ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പണം പൊടിക്കുന്ന സമയത്ത് ആ സിനിമ അത് റിസർവിങ് ആയിരുന്നു, അല്ലെങ്കിൽ വേർത്തായിരുന്നു കാണും നമുക്ക്, അല്ലെങ്കിൽ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ കൂതറ മലങ്കൾട്ട് അപരാധത്തിനകത്ത് ഇദ്ദേഹം ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഓക്കെ, സ്റ്റിൽ അങ്ങനെ ഒരു സീന് കണ്ടപ്പോഴും ഓക്കെ ശങ്കറിൻ്റെ പണ്ണലല്ലേ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ടേ ഞാൻ പറഞ്ഞ് ഈ RCയുടെ ഇൻട്രോട് കൂടി പക്ക ഹരിയുടെ പണ്ണൽ. അവിടെ പിന്നെ നമ്മുടെ SJ സൂര്യയും ജയറാമേട്ടനും വരുവാണ്. SJ സൂര്യ ആസ് ഓൾവേസ് കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള വില്ലൻ. പുള്ളി കേക്ക് വാക്കാണ്, പുള്ളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഇത്രയും സൈഡ് റോളുകൾ, കൂതറ വളിച്ച സൈഡ് റോളുകൾ ചെയ്ത മറ്റൊരു മലയാള മെയിൻ സ്ട്രീം നടൻ കാണൂലേ, പറയിപ്പിക്കുന്ന ലെവല്. അതായത് കോപ്രായം, ഇദ്ദേഹത്തെ കൊണ്ട് കോമഡി ചെയ്യിപ്പിക്കുക. ഇത്രയും പ്രായമുള്ള ഇദ്ദേഹം അവിടെ പോയിട്ട് പണ്ട് കൗണ്ടർ മണി കാണിച്ചിട്ടുണ്ടാവില്ല ഇതുപോലത്തെ അപരാധം. വടിവേലും ആയ കാലത്ത് കാണിച്ചിട്ടുണ്ടാവില്ല. തമിഴ് സിനിമയിലൊന്നും ഇപ്പോഴും ആരും കാണിക്കില്ല, ഇത് തെലുങ്ക് സിനിമയാണ്. എന്നാലും പറയുക, ജയറാമേട്ടൻ പോയിട്ട് ഇങ്ങനെ ഒരുമാതിരി പിന്നെ ഉരുളക്കിഴങ്ങ് കഴിച്ച് വയറ്റുന്ന് പോകാത്ത പോലത്തെ കുറേ കോമഡികൾ, എക്സ്പ്രഷൻസും പൊറ ഇങ്ങനത്തെ പരിപാടികളും. ഇത് കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ പേര് പിന്നെ മാവീരൻ മൈദമാവ്. ഇദ്ദേഹത്തെ ലാസ്റ്റ് SJ സൂര്യ ചവിട്ടി വെള്ളത്തിലിടും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ റോള്. സമുദ്രഖനിയുണ്ട്, അദ്ദേഹം ഒരു പ്രധാന വേഷമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീണ്ടും ആരംഭം ശങ്കറിൻ്റെ സ്ഥിരം പരിപാടി അരസിയൽ, മുതലമിച്ചർ, പയ്യോളി മിച്ചർ എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടിയാണ്. RCയുടെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിന് തടഞ്ഞു നിർത്തിയിട്ട് ഗുണ്ടകൾ വരിക, കുറേ സ്വർണ്ണ കിട്ട ഗുണ്ടകൾ, നോർത്ത് ഇന്ത്യൻ ടൈപ്പ്. ഒരു കോമഡി പീസ്, വില്ലൻ ഹെലികോപ്റ്ററിൽ വരുന്നുണ്ട്, അദ്ദേഹം സ്വർണ്ണം ഇട്ടിട്ടുണ്ട്, ഫുള്ള് സ്വർണ്ണം ഇടുന്ന ആൾക്കാരാണ്. അങ്ങനെ ലോക്കോ പൈലറ്റിനോട് RC പറയാം, എന്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, പോയിക്കോ,
ലോക്കോ പൈലറ്റ് RC അവിടെ ഇറങ്ങിയോണ്ട് വെയിറ്റ് ചെയ്യുക, ട്രെയിൻ മൊത്തം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ലോക്കോ പൈലറ്റിനെ വിടും. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം രാം ചരൺ RC ഇങ്ങനെ പറന്നു വരിക, രാംരാജിൻ്റെ പരസ്യം പോലെ ഒരു ലുങ്കി ഒരു ബനിയൻ, ഉള്ളിലിടുന്ന ബനിയനിട്ടിട്ട് ഇങ്ങനെ. പിന്നെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തളവൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഹരിയുടെ ലെവലേക്ക് പണ്ണലാണ്. അപ്പോഴേ പടത്തിൻ്റെ ഒരു റേഞ്ച് മനസ്സിലായി. അല്ലെങ്കിൽ ശങ്കർ ഇത് എന്തോ കോപ്രായം കാണിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണ് അപ്പോഴേ മനസ്സിലായി. അതോടുകൂടി മലങ്കൾട്ട് കൺഫേംഡ്. പിന്നെ ഹാപ്പി. അതിനകത്ത് തന്നെ വണ്ടി കൊണ്ട് ചുഴലിക്കാറ്റുണ്ടാക്കാൻ നോക്കുക, ഒരു മൊട്ടത്തലേൻ്റെ തലയിൽ തീപ്പെട്ടിക്കുള്ളൊരിച്ച് തീപ്പെട്ടി കത്തിക്കുക, പിന്നെ ഹെലികോപ്റ്റർ എടുത്തിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് ഹെലികോപ്റ്റർ കുനിച്ച് നിർത്തിയിട്ട് വാൾ കൊണ്ട് വെട്ടുക. ഇങ്ങനത്തെ കലാപരിപാടികളാണ്. അങ്ങനെ അതാണ്. പിന്നെ അതിനുശേഷം ഒരു പാട്ടാണ്. പാട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ശങ്കർ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് പാട്ടിനാണ്. രാം ചരണിൻ്റെ കഥാപാത്രം തുടക്കത്തിൽ IAS ആണോ IPS ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി രണ്ടുമായിരുന്നു. പുള്ളി സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതിയിട്ട് ആദ്യം 6 മാർക്ക് ഷോർട്ടായിട്ട് പുള്ളിക്ക് IPS കിട്ടിയത്. പിന്നെ വീണ്ടും എക്സാം എഴുതി IAS ആയതാണ്, അങ്ങനെ കളക്ടർ ആയതാണ്. അങ്ങനെ പുള്ളി എല്ലാ പാതകളിലും കൂടെ സഞ്ചരിച്ചു വന്നുള്ള ഒരാളാണ്. പിന്നെ മുതല മിച്ചർ, അത് സ്വാഭാവികമായിട്ടാവണമല്ലോ. ഇങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പോൾ ഇന്ന് ആഴ്ചയെ മാറണം ശങ്കറിൻ്റെ ഫാൻറ്റസീസാണ് പിന്നീട് അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു കഥാപാത്രം വരുന്നുണ്ട്, നമ്മുടെ സുനിൽ ചെയ്തൊരു കഥാപാത്രം. സുനിലിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സിനിമാ ചരിത്രത്തിൽ ഇത്ര അതപ്പതിച്ച ഒരു കഥാപാത്രം, ഇതുപോലത്തെ ഒരു മലങ്കൾട്ട് കഥാപാത്രം ലോകത്തെ എല്ലാ സിനിമകളും എടുത്തു കഴിഞ്ഞാലും ആലോചിക്കണേ ശങ്കറിന് എന്താ പറ്റിയത്. ശങ്കറിന് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ 2 കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് അദ്ദേഹത്തിൻ്റെ എക്സ്ട്രീം ലെവൽ പരിപാടിയായിരിക്കുന്നു. അതൊന്നുമല്ല, സംഭവം കുറച്ച് പ്രശ്നമാണ് ശങ്കറിന്. കാരണം ഈ സുനിലിൻ്റെ കഥാപാത്രം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അമ്മയുടെ വയറ്റിൽ കിടന്ന സമയത്ത് കിടന്നത്, ഡെലിവറി വന്ന സമയത്ത് ചരിഞ്ഞാ വന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ജനിച്ച ശേഷം ഫുൾ എല്ലാ കാര്യങ്ങളും ചരിഞ്ഞാ ചെയ്യുക. സീരിയസ്ലി ചരിഞ്ഞാണ് ഇദ്ദേഹം കാര്യങ്ങൾ ചെയ്യുക. ഇദ്ദേഹം ചരിഞ്ഞാണ് നടക്കുക. ഇദ്ദേഹം സ്കൂട്ടർ ഓടിക്കുക ചരിഞ്ഞാണ്. ഇദ്ദേഹത്തിൻ്റെ മുടി നമ്മളിങ്ങനെ മുടി 2 സൈഡിലോട്ടാക്കുന്നതിന് പകരം ഇദ്ദേഹത്തിൻ്റെ മുടി ഇങ്ങനെ നടുക്കുന്ന ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. കാരണം ഇദ്ദേഹം ചരിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി മൊത്തം. ഇദ്ദേഹം എങ്ങനെയാണ് കക്കൂസ് പോകുന്നതെന്ന് മാത്രം കാണിച്ചിട്ടില്ല, ബാക്കിയെല്ലാം ചരിഞ്ഞാണ് പരിപാടി. അതെങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ ഓർത്തു നോക്കി. ഇതുപോലത്തെ ഒരു കഥാപാത്രം കോമഡിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ കോമഡി ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു സ്ലോ മോഷനിലൊക്കെ കാണിക്കുന്നുണ്ട് സുനിലിൻ്റെ നടത്തമൊക്കെ. എൻ്റെ പൊന്നോ. ശങ്കറിൻ്റെ ഫാൻറ്റസികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കറപ്ഷൻ ഇല്ലാതാക്കൽ. ഇപ്പോൾ കലക്ടറാണ് ഇത്തവണ കയ്യിലുള്ളത്. അപ്പോൾ കലക്ടർക്ക് എന്തും കാണിക്കുക എന്നുള്ളതൊക്കെയാണ് ശങ്കർ പറയുന്നത്. അങ്ങനെ ആദ്യം ഒരാളെ പിടിക്കും, അരസി വ്യാപാരിനെ പിടിച്ചിട്ട് അരസിയിൽ മുഴുവൻ കെമിക്കലാണ്, അരസിയിൽ മറ്റേ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, വാർണിഷ് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അരസിക്ക് ഗ്ലേസിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അരസി വ്യാപാരിനെ പിടിച്ച് അത് പൂട്ടും. അടുത്തത് ഭീകര സാധനമാണ്, ഒരു ഷോപ്പിംഗ് മാള്, ഭയങ്കര വലിയ ഷോപ്പിംഗ് മാളിൻ്റെ അകത്തേക്ക് ഫയർ എഞ്ചിൻ കയറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓൺ ദാറ്റ് സ്പോട്ട് ഇറ്റ് സെൽഫ് അത് തകർത്ത് കളയുക ബോംബ് വെച്ചിട്ട്. ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ 2 സീഡ് വെച്ചാണ് തകർക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഒരു ഷോപ്പിംഗ് മാളിലേക്ക് ഒരു കലക്ടർ കയറി പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് ആൾക്കാരെ പുറത്താക്കിയിട്ട് ഇത് പൊട്ടിക്കുക. എന്നിട്ട് സാൻഡ് കാസിലൊക്കെ നമ്മൾ കടപ്പുറം തട്ടിക്കളയും പോലെ ഇങ്ങനെ ബൂം എന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മാൾ പൊട്ടിത്തെറിക്കുക. വല്ലാത്ത ജാതി. രാം ചരണിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, കോളേജ് കാലഘട്ടം. കിഡ് ലുക്ക് ഉള്ളത് പറയാലോ. രാം ചരൺ അന്യായ ലുക്ക്, ബിയേർഡിൽ സ്റ്റൈലിഷ് ലുക്ക്, അന്യായ കോസ്റ്റ്യൂംസ്. പക്ഷേ പടതായി പോയില്ലേ, കാണിക്കുന്ന അപരാധങ്ങളല്ലേ. കഞ്ചാവ് പിടിക്കാൻ പോവുക, പെണ്ണ് പിടിക്കുന്ന ആൾക്കാരെ പിടിക്കാൻ പോവുക, ആംഗ്രി യങ് മാൻ, ഫുൾ ടൈം ആംഗ്രിയാണ് ഇദ്ദേഹത്തിന്. മിണ്ടിയാലിടിയാണ് ഇദ്ദേഹം, എല്ലാവരും ഇടിക്കണ ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ. പക്ഷേ DB ഉണ്ട്, നല്ല DB, ചെവി അടിച്ചു പോകാൻ DB. കഥാനായികയുടെ വരവാണ് കൈറ അദ്വാനി. ലുക്കിൻ്റെ കാര്യത്തിൽ കിഡുമാണ്, ഒരു തരത്തിലും ഒരു കുറ്റം പറയാനില്ല. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എന്ത് കാണിക്കാനാണ്? കൈറ അദ്വാനിയും രാം ചരനും കൂടെയുള്ള കോമ്പിനേഷൻ സീൻസാണ്. ഇദ്ദേഹം ആംഗ്രി യങ് മാനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആങ്കർ അളക്കുന്ന മെഷീനൊക്കെ ഉണ്ട്, ആങ്കർ മീറ്റർ. അതുപോലെ കൈറ അദ്വാനിക്കുള്ള ലവ് അളക്കുന്ന ലവ് മീറ്റർ. ഡോപ്പ്, DHOP, ദോപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കോപ്പ് പരിപാടി ഇതിനകത്ത് ശങ്കർ ഇറക്കിയിട്ടുണ്ട്. ദോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കർ വരുന്ന സമയത്ത് റബ്ബർ ബാൻഡ് കയ്യിൽ കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു വിടുക. റബ്ബർ ബാൻഡ് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ ആങ്കർ പോവും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അഭിപ്രായങ്ങളാണ്. ഇതൊന്നും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇത് തിയേറ്ററിൽ നിന്ന് കാണണം മക്കളെ. എന്നിട്ട് ദോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, എന്നിട്ട് ഡാൻസ് കളിക്കുക രാം ചരൺ വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് ദോപ്പ് ഡാൻസ്. പ്രണയത്തിൽ വേറൊരു മയിൽക്കുറ്റി പ്രണയമുണ്ട് ഇതിനകത്ത്, അതായത് ഒരു മയിൽക്കുറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശങ്കർ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്ന അറിയില്ലേ. ഇദ്ദേഹം കലക്ടറാണ് രാം ചരൺ. അപ്പോൾ ആ മയിൽക്കുറ്റിനപ്പുറം വേറെ ജില്ലയാണ്. അതുകൊണ്ട് മയിൽക്കുറ്റി കടന്നു കഴിഞ്ഞാൽ സസ്പെൻഷൻ കിട്ടും അത്ര. ഇങ്ങനെയുണ്ടോ? കളക്ടർ ആ ജില്ലയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവാണോ? എനിക്കറിയില്ല ഇതൊക്കെ എവിടെ നിന്ന് എന്ത് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നായിക മയിൽക്കുറ്റിയുടെ അപ്പുറമായിരുന്നു,
രാംചരൺ മയിൽക്കുട്ടിയുടെ ഇപ്പുറം ലാസ്റ്റ് നായിക മയിൽക്കുറ്റി കടന്നു വരികയാണ് മക്കളെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. എന്നിട്ട് ജീരക വെള്ളം ഒഴിച്ചിട്ട് അതിർത്തിയെ കാണിക്കുന്നുണ്ട് മയിൽക്കുറ്റിയൊക്കെ വെച്ചിട്ട്. ഇങ്ങനെയുള്ള അപരാധങ്ങൾ ശങ്കർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. സിനിമാ നടി അഞ്ജലി ഇതിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അഞ്ജലി കിളവിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, യങ്ങായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫ്ലാഷ് ബാക്കിൽ അഞ്ജലിയുടെ പിന്നെ മോന്ത ഇങ്ങനെ ഇരിക്കണേ, സൈഡിലോട്ട് തിരിഞ്ഞിട്ടായിരിക്കണേ, അതായത് സുനിലിനെ പോലെ തന്നെ. സുനിൽ പിന്നെ മുഖം മാത്രമല്ല മൊത്തം ചരിഞ്ഞിട്ട് നടക്കുമെന്നുള്ളൂ. ഇവർ രണ്ടുപേരുള്ള കോമ്പിനേഷൻ സീൻ നല്ല രസമുണ്ടാവും, രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരുന്നേന്. ഇതിനിടയ്ക്ക് എസ് ജെ സൂര്യയും അനുയായികളും എസ് ജെ സൂര്യയെ കാണിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ ബെഡെല്ലാം കീറിയിട്ട് കുറേ അനുയായികൾ ഇങ്ങനെ പഞ്ഞി പറത്തി വിടുക. ഹോസ്പിറ്റലിലെ ബെഡൊക്കെ വലിച്ചു കീറും, എന്നിട്ട് പഞ്ഞി ഇങ്ങനെ പറത്തുക, അത് സ്ലോ മോഷനിൽ കാണിക്കുക, ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നു. പിന്നെ ഈ സിനിമയിലെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് വളിവിട്ടാൽ അപ്പോൾ മറ്റേ ആൾ CM ആയി. വലിയ റീസൺസ് ഒന്നും വേണ്ട. പോസ്റ്റ് ഇൻ്റർവെൽ ശങ്കറിൻ്റെ സ്ഥിരം ബോംബ് കഥയാണ്. അരച്ചിയൽ കച്ചി, പക്ഷേ എന്താണ് കാലഘട്ടം വേറെയാണ്, പിരീഡാണ്. രാംചരൺ വേറെ രാംചരൺ, പിന്നെ വിക്കൊക്കെ ഉള്ള ഒരാൾ, പിന്നെ വെള്ള ഡ്രസ്സ്, വെള്ള തോർത്ത് മുണ്ടൊക്കെ ഇങ്ങനെ ഷോൾഡറിട്ട് നടക്കുന്ന, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ എന്തോ കാണിക്കും അയാൾ. അങ്ങനെയുള്ള ശങ്കറിൻ്റെ സ്ഥിരം പരിപാടി മാതളപ്പളവും തട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചിലേക്കുണ്ട്. അങ്ങനെ കുറേ സമയം. പിന്നെ ഒരു പാട്ടാണ് ദേവറ കൊണ്ടില്ല കൊണ്ട ദേവറ. പിന്നെ അങ്ങനെ പിന്നെ ആ ഒരു കാലഘട്ടം കാണിച്ച് കുറേ വെറുപ്പിക്കില്ല. ഇതിനിടയ്ക്ക് എസ് ജെ സൂര്യ മുട്ടയടിക്കുന്ന സമയത്ത് ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞിട്ട് മുട്ടയിലൊരു വര വീഴും. അത് ഒരുമാതിരി സ്കെച്ച് പെൻ കൊണ്ട് വരച്ച് വെച്ച പോലെ ചോന്നിട്ടിരിക്കും കുറേ കാലം. അത് പിന്നെ മുടി വരും. അങ്ങനെയൊക്കെ പോവാണ് സിനിമ. പിന്നെ ടുവേർഡ്സ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഫ്രഷ്. മറ്റൊന്നുമല്ല, ഇലക്ഷനിൽ നടക്കുന്ന കറപ്ഷൻ. ശങ്കർ സിനിമ പിന്നെ തുടങ്ങിയ കാലം മുതൽക്ക് കാണിക്കുന്ന കുറേ ബ്രില്യൻസുകൾ. പിന്നെ രാംചരണിൻ്റെ കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് പറയും ഐ ആം അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുക, അപരാധം കാണിക്കുക, വീണ്ടും അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുക, അപരാധം കാണിക്കുക. ഇത് തന്നെ എനിക്ക് തോന്നുന്നു. ശങ്കറിന് കുറേ ഫാൻറ്റസികളുണ്ട്. അതിൽ വേറൊരു ഫാൻറ്റസിയാണ് ആൾക്കാരെ വികൃതരെ കാണിക്കുന്നത്. ശങ്കറിന് ഭയങ്കര എങ്ങനെ ഡിഫോമിറ്റി ഉള്ള പോലെ കാണിക്കുന്ന ശങ്കറിന് ഭയങ്കര താല്പര്യമാണ്. അയിലൊക്കെ അതിൻ്റെ എക്സ്ട്രീം ലെവൽ കണ്ടിട്ടുള്ളതാണ്, മിക്ക സിനിമകളിലും കാണാം. ഇതിനകത്ത് കുറേ ആൾക്കാരുടെ കൈ ഇങ്ങനെ ആസിഡിൽ മുക്കിയിട്ട് വിരളിങ്ങനെ തടിച്ച് വീർത്ത് വന്നിട്ട് വികൃതമായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ശങ്കർ എന്തൊക്കെയാണ് ശങ്കർ കാണിക്കേണ്ടത് ശങ്കറിനെ മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ചില സമയം നമുക്ക് ലൈഫിൽ മനസ്സിലാവില്ലേ, ഓക്കെ നമ്മളെ കയ്യിൽ നിന്ന് മൊത്തം കിളി പോയി ഇരിക്കുകയാണ്, നമുക്കിനെ തോന്നൂലേ സജീവ് പറഞ്ഞ പോലെ. അതുപോലത്തെ ഒരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു ശങ്കർ. ഇല്ലാതെ ഇങ്ങനെയൊക്കെ ഇതുപോലത്തെ ഒരു ലെജൻഡിന് ചെയ്തു വെക്കാൻ പറ്റുമോ? ഞാൻ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴേക്ക് ഒന്നും പറയാനില്ല. ഇത് തന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ലാസ്റ്റ് ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ പോലെ JCB യുദ്ധമൊക്കെ ഉണ്ട്. നായകനും പിന്നെ JCB വന്നിട്ട് ഇങ്ങനെ JCBകൾ തമ്മിലുള്ള യുദ്ധം, ഇങ്ങനെ പരിപാടികളൊക്കെയാണ് ശങ്കർ എടുത്തു വെച്ചിരിക്കുന്നത്. വല്ലാത്ത ജാതിയാണ്, പക്ഷേ നല്ല ഫാസ്റ്റാണ് പടം. പൊട്ടേന്ന് പറഞ്ഞു. അതേ പറഞ്ഞു മലങ്കൾട്ടായിട്ട് ഞാൻ ലിറ്ററലി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം മലങ്കൾട്ടായിട്ട് നല്ല രസമാണ്. ശങ്കർ എന്താണ് കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ്, ശങ്കറിൻ്റെ അടുത്ത അപരാധം എന്താണ് എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയോട് കൂടി ഇങ്ങനെ പൊട്ടേന്ന് പറഞ്ഞിങ്ങനെ പോവാം. പിന്നെ തമൻ്റെ ഈ DB സഹിക്കണമെന്ന് മാത്രം. ഒരു പാട്ട് വിട്ടുപോയി. അതായത് ശങ്കറിൻ്റെ എല്ലാ സിനിമകളിലും അവസാനം ഒരു പാട്ടുണ്ടാവും. ഇപ്പോൾ അണ്ടങ്കാക്ക കൊണ്ടക്കരയെ പോലെ കുറേ പെയിൻ്റ് അടിച്ചിട്ട് നാട്ടും പുറമെല്ലാം കാണിച്ച് കുറേ വണ്ടിക്ക് പെയിൻ്റ് അടിക്കുക. ഇത് ഒരു ഗ്രാമം മൊത്തം ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഗ്രാമം മൊത്തം പെയിൻ്റ് അടിച്ചേക്കുവാണ്. ആ പാട്ട് നിങ്ങൾ കണ്ടു കാണാം. മുക്കാൽ കല്യാണം. അത് എന്ത് കല്യാണം മനസ്സിലായിട്ടില്ല. മുറിക്കല്യാണം എന്ന് പറയാൻ പോലെ മുക്കാൽ കല്യാണവും പാട്ടയടിയും പാട്ടും പെയിൻ്റ് അടിയും. ഇതാണ്. മേഘ ശ്രീകാന്ത് ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. മേഘ എന്ന് കേട്ടിട്ട് സോണിയ വന്നാട്ടെ പോന്നോട്ടെ, അതല്ല മേഘ ശ്രീകാന്ത് വാരിസിൽ ശരത് കുമാറിൻ്റെ മോനായിട്ട്, ശരത് കുമാറിനേക്കാളും പ്രായം തോന്നിപ്പിച്ചിട്ട് ശരത് കുമാറിൻ്റെ മോനായിട്ട് അഭിനയിച്ച അദ്ദേഹം ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ അവസാനം മുതലമിച്ചറിൻ്റെ കഥാപ്രസംഗം, അതായത് ശങ്കറിൻ്റെ ഫാൻറ്റസിയുടെ ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ. ശങ്കറിൻ്റെ ഫാൻറ്റസി കൂടെ ഇങ്ങനെ പറയുക, ഇന്ത്യ അങ്ങനെയാണ്, ഇന്ത്യ എങ്ങനെയാണ്, ഇന്ത്യയിൽ സൊമാറ്റോ പോരാ, സ്വിഗ്ഗി പോരാ, ഇന്ത്യയിൽ മറ്റേ ഇത് പോരാ എന്നെല്ലാം പറഞ്ഞിട്ട് ശങ്കറിൻ്റെ ഫാൻറ്റസീസ് നായകനെ കൊണ്ട് പറയിപ്പിക്കുമല്ലോ. ഇങ്ങനെ കഥാപ്രസംഗമാണ് ഇങ്ങനെ പണി വെച്ചിരിക്കുകയാണ് നമ്മുടെ ശങ്കർ. ഒരു കാട്ടാക്കൂസ് മലങ്കൾട്ട് കാട്ടവരാതം. പക്ഷേ പേഴ്സണലി ഞാൻ പറയുന്നു, ഇത് കുറേ ടീമുമായിട്ട് ഒരേപോലെ ടീമുമായിട്ട് നിങ്ങൾ നല്ല രീതിക്ക് മലങ്കൾട്ടായിട്ട് ആസ്വദിക്കുകയാണെങ്കിൽ നല്ല രസമാണ് ഈ പരിപാടി. ശങ്കർ പണ്ണൽ.